തരാറുണ്ടാ? ഉണ്ടാ? മാമു തരാറുണ്ടാ? പാപ്പൻ തരാറുണ്ടോ? അമ്മ കൊണ്ടായില്ല? ഒന്നുമില്ലല്ലോ കൊണ്ടായില്ലേ? എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ മണിക്കുട്ടിയുടെ സന്തോഷം ആണ് അവൾ പ്രകടിപ്പിച്ചത്. അവൾ എവിടെയൊക്കെയോ ചളിയിൽ പോയി കിടന്നിട്ട് ഉരുണ്ടിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ കാലുകൊണ്ട് എൻ്റെ മുണ്ടിൽ കയറിപ്പോഴും കയറി ആ കാലും വെച്ച് എൻ്റെ വെള്ളമുണ്ടിൽ കയറിയിരിക്കുകയാണ് അവള്. പപ്പയുടെ ഫോൺ അടിക്കുന്നുണ്ട്. പപ്പയുടെ ചളിയിൽ കിടന്നിട്ട് ചെല്ലുണ്ട്. ചെല്ലാൻ പോകണ്ട കേട്ടാ, എനിക്ക് കിട്ടുന്നില്ല. അവളുടെ മേത്തുണ്ടാവാറില്ലേ? ചെല്ലല്ല, ചളി എൻ്റെ വാലിമലൊക്കെ ഇത് വന്നോ, രോമം വന്നോ? വാലിമ രോമം വന്നോ? ഇതിവിടെ ഒരു പേന അടിച്ചിട്ട് പേന കിട്ടിയില്ല. പേന കിട്ടിട്ടാ കൊന്നു പോക്കാം. അവിടെ എണിച്ച എനിക്ക് ഈ ചളിയിലാണ് കിടക്കണത്. അതെയാ? എനിക്ക് ഷെയ്ക്കിൻ്റെ ചളിയാണ് അവളുടെ കയ്യില്. അയ്യോ, കഴുത്ത് ഉള്ള കൊണ്ടുവച്ചുള്ളേ. ഇങ്ങോട്ട് വാടാ. ഓ വാ. ഇങ്ങോട്ട് വിളിച്ചോ, വന്നൂടെ കയ്യും കാലൊക്കെ പിടിച്ച് വലിക്കണം. പാപ്പ വേണ ഇത് ഇതിലിട്ട ഊരി പോലോ, ഇതിലിട്ട ഊരി പോട്ടാ. തന്നെ അഴിക്കലാണ് പണി. അതന്നെ ഊരി പോന്ന് പറയണ. ആടിനെ എടുക്കണ പോലെ ഇങ്ങനെ എടുക്കണ പാപ്പ, ഇങ്ങനെ എടുക്കണ. ഉഷാറല്ലേ? അതെയാ? ഉണ്ടല്ലോ, ഒച്ചയൊക്കെ വരുന്നില്ല. എവിടെ നീ ഒച്ച ഉണ്ടാക്കണത്? എന്തിനാ കാല് വെക്കണേ? വേണ്ട, ഏമിണ്ട നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് മടക്കി വയ്ക്കാം. ആൾക്കാർ കാണും, അവിടെ വീഡിയോ പിടിക്കുന്നു കേട്ടാ. ഏതുമില്ല കെട്ടിട്ടുണ്ടെന്നില്ല. അവിടെ തത്തകൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. 2 ജോഡിയും വിരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ കുട്ടികളായിട്ടുണ്ട്. ചെന്നോക്കട്ടെ എത്ര ആള് വിരിച്ചിട്ടുണ്ടെന്ന് കേട്ടാ. ഇവിടെ മെട്ടുവിൻ്റെ മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു. വിരിഞ്ഞോന്ന് അറിയില്ല, നോക്കട്ടെ. കുട്ടു എവിടെയാ? കുട്ടു എവിടെ കേക്കണേ? കുട്ടീനെ വേണം. കുട്ടുവിന്റെ സ്ഥലത്തേക്ക് ഓടി തുടങ്ങി. മണിക്കുട്ടി എവിടെ? മണിയേ, മണി ഞാൻ വന്നോടുമ്പോൾ ഇവർക്ക് ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചോട്ടാ. കുറേ ദിവസമായി ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് ഇവർക്ക് ആദ്യം തന്നെ കുറച്ച് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചു. പാടാ കുട്ടുവാ. മണി ഇവിടെ ഉണ്ടായിരുന്നോ? മണിയുടെ ശാല എവിടെയാ? സ്ഥലത്തിച്ചു പോ. ഇവിടെ നിന്നോ, അവിടെയൊക്കെ വെയില. ഇവിടെ പോരെ, ഇവിടെ നിന്നോ. ചൂടില്ലല്ലോ. ഉക്രപ്പം കഴിച്ചു തുടങ്ങിയില്ലല്ലോ. ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് തിരിച്ചു വന്നു കേട്ടോ. കോഴിക്കോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോഴിക്കോട്ടിൽ നിന്ന് ഞങ്ങൾ പോയ സംഗതിയൊക്കെ നടന്നു. മിംസ് ഹോസ്പിറ്റലായിരുന്നു, കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലായിരുന്നു. നമ്മുടെ ഒരു കസിൻ്റെ വൈഫിന് ചെറിയൊരു സർജറിക്ക് വേണ്ടി പോയതായിരുന്നു. അത് കഴിഞ്ഞ് ഓണത്തിൻ്റെ അന്ന് എൻ്റെ ഫാദറിനെ, അപ്പനെ പെട്ടെന്നൊരു ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഞങ്ങളുടെ കുന്നംകുളത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ അന്ന് ഞാൻ കോഴിക്കോട്ടിൽ നിന്ന് പോന്നിട്ട് നേരെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോയി, കുന്നംകുളത്തെ ഹോസ്പിറ്റലിലേക്ക്. ഇപ്പോൾ 2-4 ദിവസമായിട്ട് കുന്നംകുളം ഹോസ്പിറ്റലിലാണ്.
അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവരിനെ ഒന്നും ശരിക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വൈഫാണ് ഇപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിടുമ്പോൾ തന്നെ അവരുടെ സ്നേഹപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. ഉക്രപ്പനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. മണിക്കുട്ടി വന്ന് മേത്തേക്ക് കയറി കൈയും കാലൊക്കെ എൻ്റെ മുണ്ടിലേക്കൊക്കെ വെച്ച് മുണ്ടൊക്കെ അവൾ അഴുക്കാക്കി. ഇപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചപ്പോൾ വന്നിടുമ്പോൾ. ഇനിയിപ്പോൾ വൈകുന്നേരം ഞാൻ ഇപ്പോൾ തിരിച്ച് പോവും, ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ച് പോകുന്നു. വന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാണ്ട്. നമ്മുടെ തത്തക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 5 ആൾ വിരിഞ്ഞു. മീട്ടുവിൻ്റെ മുട്ട ഇതുവരെ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ 5 മുട്ട വിരിഞ്ഞിട്ടുണ്ട്, നീലിക്കും ചക്കിക്കും കൂടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ മീട്ടുവിൻ്റെ ഒരു മുട്ടയെങ്കിലും വിരിയുന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. വിരിഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീട്ടുവിൻ്റെ മുട്ട വിരിയുന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് വിരിയിരിക്കും. അപ്പോൾ എന്തായാലും 5 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അവരുടെ. അതിപ്പോൾ ആദ്യത്തെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ട് ഒരു 5-8 ദിവസമായിട്ട്, 8 ദിവസം 10 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അവർക്ക് നമുക്ക് റിങ് ഇടാറായി തുടങ്ങി. റിങ് ഇടുമ്പോൾ ഞാൻ കാണിക്കാൻ എന്തായാലും അവരുടെ. അതാ ഉക്രപ്പനൊക്കെ നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഭക്ഷണം കിട്ടാത്ത പോലെ അവൻ്റെ ഒരു കഴിപ്പ്. ദൈവേ, ഞാൻ കൊടുക്കാറുണ്ട്. ഉക്രൂനിവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. വൈഫ് ഇവിടെ രാവിലെ കെട്ടിയിട്ടിട്ടുണ്ട്. അവനെ കെട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവൻ നല്ല കുട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇല്ലാത്തതുകൊണ്ടാവുന്നതുകൊണ്ട്. ഞാൻ ഉള്ളപ്പോഴാണ് അവൻ ഈ എന്താ പറയുക എന്നെ പറ്റിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. എന്നിട്ട് ഞാൻ പിടിക്കാൻ അവൻ്റെ പിന്നാലെ നടക്കണം. ഇപ്പോൾ അവൻ എല്ലാ ദിവസവും നല്ല കുട്ടിയായിട്ട് 8 മണി 9 മണിയാകുമ്പോഴേക്കും വരുന്നുണ്ടെന്ന് പറഞ്ഞു. മണിയുടെ എല്ല് ഇത്ര വേഗം ഇങ്ങനെ തീർന്നത്? എല്ല് മാത്രം പിന്നെ ഉക്രപ്പൻ്റെ നെല്ല് തീർന്നില്ല, മണിയുടെ മാത്രം ഇങ്ങനെ തീർന്നത്. കുട്ടൂസിൻ്റെയും തീർന്നു. എല്ലാവരും തീർന്നുണ്ട്. എങ്ങനെ തിന്നത്? മുഴുവനും തിന്നണം കേട്ടോ. മുഴുവനും തിന്നണം, അല്ലാതെ പിടിക്കില്ല കേട്ടോ. അതുവാ ഒരു പാത്രം മിസ്സായി എന്ന് പറയാനുള്ള ഒരു കയ്യിൽ ആടിയിരിക്കുന്നുണ്ട്. കുട്ടുവിൻ്റെ കഴിഞ്ഞാ? കുട്ടു വന്നല്ലോ. നോക്കണോ കഴിഞ്ഞു. എന്നിട്ട് നോക്കണേ, കഴിഞ്ഞില്ലേ? നീ എന്നല്ല തീർത്തത്. ഞാൻ പഠിച്ചിട്ട് തരാം. ഇടുവാ അതിൻ്റെ പുറത്തേക്ക് ഉണങ്ങിയ പുറത്തെ മുറി ഉണങ്ങി. അവൻ്റെ ഉണങ്ങിയുണ്ട് അല്ലേ? ഓടുന്നു. എന്നാ ഒന്നും ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല. നമ്മൾ പഠിച്ചെടുക്കാം. പുറത്ത് നോക്കുമ്പോഴാണ് ഓടിയത്. ഞാൻ എന്തായാലും ചെയ്യുന്ന എഴുതിക്കാണ്. ഉക്രപ്പന് ഇപ്പോഴും മാന്തൽ തന്നെയാണ് അല്ലേ? ഫാൻ ഇന്നാൾ ആരോ ഒരു മരുന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മേടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പോയത്. മേടിക്കണം, എല്ലാവർക്കും വെട്ടി കൊടുക്കണം. എന്നിട്ട് മണിക്കുട്ടീനൊന്ന് കുളിപ്പിക്കണം. ആകെ ചളിയിൽ കിടന്ന് ഉരുളുകയാണ് അവള്. ഇപ്പോൾ നല്ല ചൂടായില്ലേ, മഴയൊക്കെ മാറിയിട്ട് നല്ല ചൂടപ്പോൾ പകല്. അപ്പോൾ അവിടെ ചെളി കെട്ടിക്കിടക്കുന്നുണ്ട്. അവിടെ പോയി കിടക്കുക ചളിയിൽ. കുട്ടി നോക്കി മണിക്കുട്ടിയുടെ പാത്രത്തിലേക്ക്. മണിക്കുട്ടി മാറിയിട്ട് വേണോ? മണിക്കുട്ടി കൊണ്ട് ഒഴിയാൻ വേണ്ടി കാത്തിക്കിടന്നു കുട്ടൂസ്. അത് നക്കി തുടയ്ക്കാനായിട്ട്. മണിക്കുട്ടി ഉക്രപ്പൻ്റെ നോക്കിക്കും. അപ്പോൾ ഉക്രപ്പൻ 2 ആളായിരിക്കും നോക്കും. ഉക്രപ്പൻ്റെ കഴിഞ്ഞോ? അവൾക്ക് കൊടുക്കട്ടെ. എല്ലാവരുടെയും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതിലൊന്നുമില്ല. കഴിഞ്ഞു. നിന്റെ മുഴുവൻ തിന്നുന്നില്ല. അവർക്കിപ്പോൾ കുറേശ്ശെ ഭക്ഷണം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളോട്ടെ. ഇനി വൈകുന്നേരം കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേശ്ശെ കൊടുത്തുള്ളൂ. അപ്പനൊരു 2-3 ദിവസം കൂടെയൊക്കെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരാൻ പറ്റുള്ളൂ. പിന്നെ പെട്ടെന്ന് ഒരു അസുഖമായി, വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നിരുന്ന ആളാണ്. ഓണത്തിൻ്റെ അന്ന് തലേ ദിവസം ഇവിടെ ഓണത്തിന് സദ്യ ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങളുടെ അവിടെ കടകളിലൊക്കെ പോയിട്ട് എന്തുട്ടേ ചെയ്യണത്? മാറില്ല, എൻ്റെ ഒന്നുമില്ല. ഓണത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ അപ്പനാണ് പോയി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്. കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് തറവാട്ടിലാണ്
ഓണം ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് പുലർച്ചെയാണ് അപ്പനെ സുഖമില്ലാതെയായിട്ട് അപ്പനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കിയത്. ഇതെന്തുട്ടാ വാങ്ങോർന്ന് പോയിണ്ട് കിട്ടുന്നുണ്ട് അവന്. ആ പാത്രം ഉണ്ട് എടുത്തു. വിശക്കുണ്ട് എല്ലാവർക്കും, അതന്നെ മതിയായിട്ടില്ല ആർക്കും. നീ ഇങ്ങോട്ട് വന്നേ, മണി ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് പോയോ? ഓ ഓടി ഓടി ഇവിടെയായിരുന്നു ഇവിടെയായിരുന്നു. പപ്പേനെ കാണാതെ വിഷമിച്ച, പപ്പേനെ കാണാതെ വിഷമിച്ച പപ്പേനെ കാണാതെ വിഷമിച്ചുണ്ടോ? വിഷമിച്ചുവോ? നോക്കട്ടെ നോക്കട്ടെ. എന്താ കുരങ്ങൻ വന്നു? ഇന്നിവിടെ കുരങ്ങന്മാർ 3 കുരങ്ങന്മാർ വന്നിട്ട് ഈ മതിലുമിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നില്ല, വൈഫ് പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ഭയങ്കര കുരച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടായിരുന്നു പറഞ്ഞു, കുട്ടൂസും മണിക്കുട്ടിയൊക്കെ. പിന്നെ ഉക്രപ്പനോടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ എൻ്റെ ബാക്കിലേ ഇവിടത്തേക്ക് മുറിവൊക്കെ പോയാ ശരിക്കും നിൽക്കും. ഇവിടെ നോക്കട്ടെ, ഇവിടെ ഓ നോക്കട്ടെ, ഇവിടെയൊക്കെ ശരിയായില്ല. എൻ്റെ നഖം മെത്ത് കൊള്ളുന്നുണ്ട് കേട്ടോ. റാബീസിൻ്റെ ഇത് അടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായ? നഖം കാലുമ കൊള്ളുക പപ്പയുടെ. നോക്കട്ടെ വാല്, നോക്കട്ടെ വാലുമ എന്തോ രോമം ഇപ്പോഴും വരാത്ത എന്തോ വരാത്ത. ഇതെന്തിട്ട് ഇരിക്കണോ? ഇവിടെ ചെള്ളിരിക്കണ്ടല്ലോ. കിട്ടിയില്ല. അതിനെടുക്കട്ടെ ചെള്ള് കൂടി ഇരുന്നിട്ടേ കുട്ടീനെ കടിച്ചിട്ട് പോന്നിട്ടില്ല. കാണിക്കേ, നോക്കട്ടെ ചെള്ളിനെടുക്കട്ടെ. എടുക്കട്ടെ കിട്ടിട്ടാ. ഉക്രപ്പനാണ് ശരിക്കും കാണിച്ചത്. എന്തുട്ടോ ചൊറിയണ്ട ചൊറിഞ്ഞേരണം അവിടെ നിൽക്ക്, ചൊറിഞ്ഞേരാ ശരിക്കും നിൽക്ക്. ഇവിടെ എന്തിട്ടിരിക്കണേ? ശരിക്കും നിൽക്ക്. ഇവിടെ ചൊറിയ കുട്ടിക്ക്. അതെയാ ചൊറിയ. ഇവിടെ ഒരു പയറുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-10 ഞങ്ങൾക്ക് കിട്ടി. സാമ്പാറിലൊക്കെ ഇട്ടു ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ മീറ്റർ പയറെന്നാണ് ഞങ്ങളിവിടെ പറയാം. നമ്മുടെ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ദിവസം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 2 തൈ കിട്ടിയതാണ്. ആ തൈ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചതാണ്. എന്തായാലും നമുക്ക് കായ ഉണ്ടായി ഒരു 10-20 പയർ കിട്ടി ഞങ്ങൾക്ക്. മണിക്കുട്ടി ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് അവള് ആ പറമ്പിൽ കൂടെ അങ്ങനെ പോയിട്ടാ. അപ്പം ഞാൻ കരുതി അവള് പോയിന്ന് കരുതി. ഞാൻ എന്നിട്ട് ഉക്രപ്പനെ അഴിച്ചിട്ടൊന്ന് ഉക്രപ്പനോടൊന്നും ഇങ്ങനെ കുശലം പറയാന്ന് കരുതി ഉക്രപ്പനെ അഴിച്ചോടുന്നതാ. അപ്പോഴേക്കും അവള് റോട്ടിലേക്ക് എങ്ങനെയോ അതിൽ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ആ ഗേറ്റ് തുറന്നിട്ട് അങ്ങോട്ട് ഓടി വന്നപ്പോൾ ഉക്രപ്പനൊന്നും പറയാനില്ല. അപ്പോൾ അവസാനമായിട്ട് നിൽക്കുക അല്ലേ? കണ്ണിലൊക്കെ പീളിയുണ്ടല്ലോ. ഉക്രപ്പൻ്റെ കണ്ണിൽ പീളിയുണ്ടല്ലോ. അവിടെ കടി കിട്ടിയിട്ടുണ്ടല്ലോ. പുറത്തേക്ക് പോകണില്ലെങ്കിലും കടി കിട്ടാൻ ഒരു ക്ഷാമമില്ല അല്ലേ? ഇഷ്ടം പോലെ കടി കിട്ടുന്നുണ്ട് ഇല്ലേ? കടി ഇഷ്ടം പോലെ കിട്ടണില്ലേ? അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ അടുത്ത് തിരിച്ചെത്തി. 3 ആളുടെ അടുത്ത്. കുട്ടൂസ് പിന്നെ പതിവ് പോലെ ഇങ്ങോട്ട് വരില്ല. അവൻ അവിടെ പോയി കിടന്നു. നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരില്ല അവൻ. ഇവർ 2 ആളാണ് നമ്മുടെ അടുത്ത് എപ്പോഴും വന്ന് നിൽക്കുക. ഉക്രപ്പന് പിന്നെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. മണിക്കുട്ടിക്ക് പിന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് പോവുകയില്ല അവൾ. അങ്ങനെയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു കൊച്ചു വീഡിയോ ഇട്ടു. ഞങ്ങളുടെ ഉക്രപ്പൻ്റെയും മണിക്കുട്ടിയുടെയും അതുപോലെ കുട്ടൂസിൻ്റെയും വിശേഷങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു. അപ്ഡേറ്റ്സ് കിട്ടി നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയും കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും സുഖമായിരിക്കുന്നുണ്ട്. ഉക്രപ്പനും മണിക്കുട്ടിക്കൊന്നും കുഴപ്പമില്ല. കുട്ടൂസിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അവൻ്റെ ഇവിടുത്തെ മുറിവുകളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ബാക്കിൽ ഇപ്പോൾ ചെറിയൊരു മുറിവ് ഞാൻ കണ്ടു. വൈഫ് അത് ശ്രദ്ധിച്ചിട്ടില്ല.
ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു. പിന്നെ അവനെ നമുക്കൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, മരുന്നോ ഓയിൽമെൻറ്റോ ഒന്നും പുരട്ടാൻ അവൻ സമ്മതിക്കില്ല. ഇനി ടാബ്ലറ്റിൻ്റെ കാര്യം അതല്ല, ആരോ പറഞ്ഞു സ്പ്രേ അടിച്ചാൽ മതി. അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട് ഒരു സ്പ്രേ ഉണ്ട്, അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മരുന്ന്, അതല്ലെങ്കിൽ അതൊരു ക്യാപ്സ്യൂളോ ടാബ്ലറ്റാണ് ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് അവരുടെ ഫുഡിൽ കലക്കി കൊടുത്താലും മതി. അപ്പോൾ അത് ചെയ്യണം എന്തായാലും. ഞാൻ ഇനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് സാവകാശം പോലെ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.